ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ത്യൻ പേട്രിയോട്ട് 3Dത്തെ ടോപ്പ് 5 മിത്തുകളാണ് ഗൈസ് ഇന്ന് നോക്കാൻ പോണത്. ആദ്യത്തെ മിത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 355 അടിച്ചിട്ടതിന് ശേഷം ഒരു പ്ലെയിനും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ട് ഒരു RPG എടുത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ഈ പ്ലെയിനൊന്നും ബ്ലാസ്റ്റ് ആവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഈ പ്ലെയിനും കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റ് ആവും. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. എടാ ഇത് എത്ര ഷൂട്ട് ചെയ്താലും ബ്ലാസ്റ്റ് ആവുന്നില്ലല്ലോ. പ്ലെയിന് അനങ്ങി പോകുന്നുണ്ട് കേട്ടോ. എടാ ഇവന്മാർ ബ്ലാസ്റ്റ് ആവുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ ഈ മിത്ത് കറക്റ്റാണ് കേട്ടോ. ഈ സപ്പോസ് നമ്മളൊരു വണ്ടി എന്തെങ്കിലും സ്പോൺ ചെയ്തിട്ട് RPG എടുത്ത് ഷൂട്ട് ചെയ്താൽ വണ്ടിയൊക്കെ നമ്മുടെ ഈ ബ്ലാസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ 500 അടിച്ചിട്ട് ഒരു ഓടിയും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ട് RPG എടുത്ത് ഷൂട്ട് ചെയ്താൽ നോക്കിക്കോട്ടെ, ഈ കാറൊക്കെ ബ്ലാസ്റ്റ് ആവും. പക്ഷേ എന്താ ഈ പ്ലെയിന് ബ്ലാസ്റ്റ് ആവാത്ത അറിയില്ല. അപ്പോൾ ഒന്നാമത്തെ മിത്ത് കറക്റ്റാണ് ഗൈസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിത്ത് എന്താണ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്തായാലും ഇനി രണ്ടാമത്തെ മിത്തിനായിട്ട് 600 അടിച്ചിട്ട് ഒരു ഡോഗിനെ സ്പോൺ ചെയ്യുക ഗൈസ്. അവിടെ നിന്നിട്ട് ഒരു ഡോഗിനെയും കൂടി സ്പോൺ ചെയ്തിട്ട് വീണ്ടും ഒരു ഡോഗ് ഗൈസ്. മൊത്തം ഒരു 3 ഡോഗിനെ നമ്മൾ 600 അടിച്ച് സ്പോൺ ചെയ്തതിന് ശേഷം നേരെ നമുക്ക് എന്തായാലും ഈ ഡോഗിൽ എൻ്റർ ആവാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു ക്യാമറ ഇല്ല, അത് ചേഞ്ച് ചെയ്യുന്നാൽ ഡോഗിൻ്റെ മൗത്ത് ഗൈസ്, അതായത് ഡോഗിൻ്റെ വായും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഗൈസ്, എൻ്റെ മോനെ ഡോഗിൻ്റെ വായി നോക്കി എത്ര ഷാർപ്പാണെന്ന്, വേറെ ലെവൽ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മിത്ത് കറക്റ്റാണ് കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മിത്ത്. ഇനി എന്തായാലും നമ്മളൊരു മൂന്നാമത്തെ മിത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി മൂന്നാമത്തെ മിത്ത് ചെയ്യാനായിട്ട് നമുക്കൊരു ഹോസും കാര്യങ്ങളൊക്കെ വേണം കേസ്. അതിനായിട്ട് ഹോസിൻ്റെ ചീറ്റ് കോഡ് അടിക്കാം, 200 അടിക്കാം. ഓക്കെ, 200 അടിച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു ഹോസിനെയും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് എന്തായാലും ഈ ഹോസിനെ ഏതെങ്കിലും ഒരു കാറിൻ്റെ ബാക്കിൽ പോയി ഇടിച്ച് കഴിഞ്ഞാൽ ആ കാർ ഗീസ് നല്ല സ്പീഡിൽ പോകും കേട്ടോ. നമ്മളെന്തായാലും ഒന്ന് കാണിച്ചു തരാം. അവിടെ ഒരു ബുഗാട്ടി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും എനിക്കാണെങ്കിൽ ഈ ഹോസിനെ ഓട്ടിക്കാൻ ചെറിയ കൺട്രോൾ തെറ്റും ഇടയ്ക്ക്. ഓക്കെ, അത് ഗീസ് നമ്മളെന്താ ഫുൾ ഇടിച്ചാൽ തന്നെ സ്പീഡിൽ പോകുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. വല്ല റേസിംഗ് കാർ പോകണ പോലെയൊക്കെ സ്പീഡിൽ പോകാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എടാ എന്താ ഈ ഹോസിനെ കൺട്രോൾ ചെയ്യാൻ കിട്ടണില്ലല്ലോ. ഗൈസ് ഒരു 5 സെക്കൻഡേക്ക് ഗൈസ് ഈ ഹോസിനെ കൺട്രോൾ ചെയ്യാൻ കിട്ടില്ല. നമുക്കെന്തായാലും വേറെ ഏതെങ്കിലും കാറിൽ പോയി നമുക്കെന്തായാലും ട്രൈ ചെയ്യാം. അവിടെ ഒരു ലംബോർഗിനി പോകുന്നുണ്ട്. ഈ ഹോസ് എന്താ കാണിക്കുന്നത്, പ്രാന്തായി ഇതിന്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഇനി ഈ ഹോസിനെ നമുക്കെന്തായാലും മേലെ പോയി ഈ ലംബോർഗിനിൻ്റെ മേലെ ഇടിക്കാം. ലംബോർഗിനിൻ്റെ പിന്നാലെ ഇടിക്കുന്നു ഗൈസ്. ഓക്കെ, 1 2 3 4 5 സെക്കൻഡ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലംബോർഗിനി പോണ സ്പീഡ് നോക്കി ഗൈസ്, വല്ല റേസിംഗ് കാർ പോണ പോലെ പോണ്. റൈറ്റിക്ക് തിരിച്ചു വിട്ടാൽ വണ്ടി. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ മിത്തും കറക്റ്റായ മിത്താണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാറിൻ്റെ പിന്നാലെ പോയി ഇടിച്ച് കഴിഞ്ഞാൽ ആ കാറും കാര്യങ്ങളൊക്കെ നല്ല സ്പീഡിൽ പോട്ടാം, വല്ല റേസിംഗ് കാറൊക്കെ പോണ പോലെയൊക്കെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മിത്തും കറക്റ്റ് കേസ്. ഓക്കെ, ഇനി എന്തായാലും നാലാമത്തെ മിത്തി നോക്കാം. നാലാമത്തെ മിത്ത് ഏതെങ്കിലും ഒരു കാറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സ്പോൺ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കാണ് കേസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാറിങ് കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇടിച്ച് കഴിഞ്ഞ കേസ് നമുക്ക് വെളിയിലേക്ക് വരാൻ പറ്റുമോ അത്രേ. കേസ് ഇത് റിയലാണ് കേസ്. അടിപൊളി ടേണാണ് എടുത്തിരിക്കുന്നത്. എത്ര ഫ്ലിപ്പ് അടിച്ച് കേസ്. ഇനി സപ്പോസ് നമ്മൾ വെളിയിൽ നിന്ന് എയർപോർട്ടിന് ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പറ്റില്ല കേസ്, എത്ര നോക്കിയാലും നടക്കൂല. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ നാലാമത്തെ മിത്ത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കാണിച്ചു തരാം. ഇടിച്ച് കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ മിത്ത് കേസ്. ഓക്കെ കേസ്, നമ്മുടെ മച്ചു റിവേഴ്സ് എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അഞ്ചാമത്തെ മിത്തും കാര്യങ്ങളൊക്കെ ഷോർട്സ് വഴി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണുക ഗൈസ്. അങ്ങനെ ടോട്ടൽ 5 മിത്തുകളാണ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കാണുന്നവർ ആരും മാക്സിമം ഒന്നും സപ്പോർട്ടൊന്നും ചെയ്യില്ല. എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അറിയുന്ന മിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ അറിയിപ്പിക്കുക. പിന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോകളൊക്കെ. എല്ലാവർക്കും ബൈ ആൻഡ് ബൈ. മിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.